ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരിയും മുട്ടയും കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈസ്റ്റോ, സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കറികളൊന്നും ഇല്ലാതെയും കറികൾ ഒഴിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നതാണിത്. അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നന്നായി കുതിർന്ന് കിട്ടിയാൽ മാത്രമേ ഈ ഒരു പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ്. റേഷൻ പച്ചരിയോ സാദാ പച്ചരിയോ ഏതായിരുന്നാലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ആയിട്ടുള്ള ഒരു എരിവ് വേണം ഈ ഒരു പലഹാരത്തിന്. നമുക്ക് എടുത്തറിയൊന്നുമില്ല ഈ ഒരു എരിവ്. ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. പച്ചമുളക് ആകുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു മുട്ടയുടെ നനവും കിഴങ്ങ് നമുക്ക് അരച്ചെടുക്കുമ്പോൾ കുറച്ച് നനവായിട്ട് കിട്ടും. അതും മാത്രം മതി. പച്ചമുളക് ഞാനിതിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇത് അരച്ചെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ അരച്ചെടുക്കാം. ഒന്ന് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ഇല്ലാതെയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ക്രിസ്പി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ഇല്ലാതെ നമുക്ക് അരച്ചെടുത്തിട്ട് ചുട്ട് കഴിക്കാവുന്നതാണ്. കുറച്ച് കുഴഞ്ഞിട്ടാണ് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇതാണ്. എത്രത്തോളം നൈസായിട്ട് അരച്ചെടുക്കാവോ അത്രയും നൈസായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പരന്ന പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓയിലും നെയ്യും ഒന്നും സ്പ്രെഡ് ചെയ്യാതെ തന്നെ ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് പരത്തി ചുട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം പിന്നീട് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നെയ്യിലാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യ് സ്പൂൺ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ച് വെച്ചോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തു കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി നെയ്യും ബട്ടറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അതല്ല ഇനി കറികളൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നല്ല പോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. പിന്നീട് അങ്ങോട്ട് ആ ഒരു മീഡിയം ഫ്ലെയിം തന്നെ മതി, എന്നാലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ഈ ഭാഗം മൊരിഞ്ഞ് കിട്ടിയ പോലെ തന്നെ ഇനി താഴത്തെ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അങ്ങനെ 2 ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അതിനുശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാൻ നന്നായി തുടച്ചെടുക്കണം. ഇതിലൊട്ടും ആ ഒരു എണ്ണമയം പാടില്ല. എന്നിട്ട് വേണം നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പരന്ന് കിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാനൊരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാ മാവും ചുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പച്ചരി ഉണ്ടാവും. ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടാവാതിരിക്കില്ല. ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറിൽ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി തോന്നും. നല്ല ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.